അപ്പോൾ നമ്മുടെ എല്ലാ അഭിമാനമാണ് മാതൃഭൂമിയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശസ്തമായൊരു ന്യൂസ് പേപ്പർ അതിലുപരിയായിട്ട് സ്പോർട്സിന് വളരെ സപ്പോർട്ട് കൊടുക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഒളിമ്പിക്സിന് നേടിയതിന് ശേഷം ഞാൻ ഇതേ ഓഫീസിൽ വന്നിരുന്നു, ഇതുപോലൊരു സ്വീകരണം ഏറ്റുവാങ്ങിയിരുന്നു. ഇന്നിപ്പം കുറച്ചുകൂടെ കൂടുതൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അന്ന് വളരെ സെലക്റ്റീവായിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു, കാരണം കോവിഡിൻ്റെ സമയമായിരുന്നല്ലോ. പക്ഷെ എന്നാലും ഇത്തവണ വരാൻ പറ്റിയതിലും ഇവരെല്ലാവരും കാണാനും ഈ ഒരു മെഡൽ എല്ലാവരും കാണിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ അടുത്ത റോളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? എന്താ പറയുന്നത്, ഇപ്പം ജൂനിയർ ടീമിൻ്റെ കോച്ചായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം എപ്പോൾ ജോയിൻ ചെയ്യണമെന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ഒരു ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ ടീം നെക്സ്റ്റ് 15-ാം തീയതി ജോറു ബാറു കപ്പിന് വേണ്ടിയിട്ട് മലേഷ്യയിലേക്ക് പോവുകയാണ്. അപ്പം ഒരുപക്ഷെ അതിനുള്ളൊരു ടൈമില്ല, ഇനി കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് അവിടെ തീർക്കാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്തായിരിക്കും അവരുടെ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അടുത്ത ജൂനിയർ ഏഷ്യ കപ്പ് അടുത്ത നവംബറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. പരിശീലകൻ്റെ റോളിൽ മെഡലുമായിട്ട് ഇവിടെ വരും അല്ലേ? അല്ല, ഞാനിന്ന് സാറിനോടതാണ് പറയുന്നത്. കാരണം ഇന്ന് ഞാനിവിടെ വന്നത് ഒരു പ്ലെയർ എന്ന നിലയിലാണ്. ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ മെഡലുമായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം ഒരു ആസ് എ കോച്ചായിട്ട് മെഡൽ വിൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഇതുപോലുള്ളൊരു സ്വീകരണം ഒരുക്കുക. കാരണം ഒരു പ്ലെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒരു ടീമിൽ കോച്ചിനും. പക്ഷേ എന്താ പറയുന്നത്, ടീമിനെ വിജയിപ്പിക്കുക, രാജ്യത്തിനൊരു മെഡൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ടാണ് എന്താ പറയുന്നത്, അധ്വാനിക്കാനുള്ളതും. അപ്പം ഇതുപോലത്തുള്ള മോട്ടിവേഷൻ ഉറപ്പായിട്ടും ആസ് എ കോച്ച് എന്ന നിലയിലും എനിക്ക് പ്രചോദനമായിരിക്കും. അപ്പോൾ തന്നെയാണ് ഈ കരിയറിലുടനീളം മാതൃഭൂമിയുടെ ഒരു പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിന്ന് ഇവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് ഓഫീസിൽ പോയൊരു കഥ പറഞ്ഞിരുന്നു. കാരണം അന്നൊക്കെ പേപ്പറിലൊരു ഫോട്ടോ വരിക അല്ലെങ്കിൽ ചെറിയൊരു ഒരു ന്യൂസ് വരിക എന്നുള്ളത് വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ജേർണി എന്നുള്ളത് അന്ന് മുതൽ ആ ഒരു ചെറിയൊരു പേപ്പർ കട്ടിങ് മുതൽ ഇന്ന് ഇത് കണ്ടില്ലേ, ഒരു മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വരിക എന്നുള്ളൊരു കാര്യം വരെയുള്ള എൻ്റെ കാരിയർ ഒരുപക്ഷെ വളരെയധികം ഒപ്പിയെടുത്തൊരു മാധ്യമമാണ് മാതൃഭൂമി. അപ്പോൾ ഉറപ്പായിട്ടും ഒരു സ്പോർട്സ് മാനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അത് ത്രൂ ഔട്ട് കാരിയറിൽ എനിക്ക് ഈ ഒരു മാതൃഭൂമിയിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിട്ടുമുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയിലെ തുടക്കം അല്ലേ? അതെ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഒരു ചർമ്മക്കോളം പോലെയായിരുന്നു ആദ്യത്തെ ന്യൂസ് വരുന്നത്. അതും ചില സമയങ്ങളിൽ പ്രാദേശികത്തിലായിരിക്കും വരുന്നത്. ചില സമയത്ത് സ്പോർട്സ് പേജിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കോളം കിട്ടുവാണെങ്കിൽ ആ ഒരു കോളത്തിൽ എവിടെയെങ്കിലും സൈഡിലൊരു ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം 20 വർഷങ്ങൾ മുമ്പായിരുന്നു അത് നടന്നത്, അല്ലെങ്കിൽ 22 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. കാരണം 2002-ലാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ക്യാമ്പിൽ പോകുന്നത്. അപ്പം 22 വർഷങ്ങൾക്ക് ശേഷം ഏതൊക്കെ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൻ്റെ ഹെഡ്ലൈനാണ് പല ദിവസങ്ങളുടെയും. അപ്പം അതിനകത്ത് ഞാൻ വരികയും ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ വരികയും ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു സ്പോർട്സ് മാൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്ത ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും അത്. പക്ഷേ ഇത്ര ഒരു ലീഡിംഗ് ആയിട്ടുള്ള മാതൃഭൂമിയിലുള്ളൊരു ഒരു പേപ്പറിൽ എൻ്റെ ഫ്രണ്ട് പേജിൽ വരിക എന്നുള്ളത് ഒരുപക്ഷെ എന്നിലെ സ്പോർട്സ്മാനെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബഹുമാനം തന്നെയായിരിക്കും. പരിശീലക റോളിൽ എല്ലാ ആശംസകളും നേരുകയാണ്. മെഡലുമായി ഇവിടെ തന്നെ വരണം. ഉറപ്പായിട്ടും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.